Okay. So last class നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് റിലക്റ്റൻസ് ആയിരുന്നു. So reluctance means opposition to the establishment of magnetic flux. Okay. അതായത് മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനുള്ള ഓപ്പോസിഷനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. So this reluctance is directly proportional to length. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഓപ്പോസിഷൻ ഇൻക്രീസ് ചെയ്യും. So if area is increased, the opposition will decrease. Okay. So we can write reluctance denote ചെയ്യുന്ന term S ആണ്. So terms ഓർത്തിരിക്കണം ഓരോ ടേമിനും. So reluctance denote ചെയ്യുന്ന term S ആണ്. So reluctance S proportional to L divided by A എഴുതാം. And this proportionality constant can be changed using permeability term. കാരണം എന്തുകൊണ്ടാണ് permeability means ability to pass magnetic flux ആണ്. Okay. So when this ability, that is permeability increase ചെയ്യുമ്പോൾ എന്താണ് permeability increase ചെയ്യാന്ന് വെച്ചാൽ റിലക്റ്റൻസ് കുറയും അല്ലേ. സോ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. സോ പാസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാന്ന് മീൻസ് അതിന്റെ ഓപ്പോസിഷൻ ഡിക്രീസ് ചെയ്യാലോ. സോ അതുകൊണ്ടാണ് ഈ മ്യൂ എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിൽ വന്നത്. ഓക്കെ. സോ എസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. ഓക്കെ. സോ ഇതാണ് എസിന്റെ ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ലെങ്ത്, permeability and area of cross section. Okay. Length, permeability and area of cross section in terms of length. ഇത് എല്ലാണ് I എന്ന് തെറ്റിദ്ധരിക്കരുത്, ഇവിടെ എല്ലാണ് കേട്ടോ. S proportional to L divided by A ആണ്, ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ. സോ S ഈക്വൽ ടു ഇവിടെയും I അല്ല L ആണ്, ടേം മാറിപ്പോകരുത്, L ആണിത്. ഓക്കെ. സോ L ഡിവൈഡഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ, L ആണ് ഇവിടെ, I അല്ല. സോ എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. ഓക്കെ. സോ ഇത് ഏത് കേസിലാണ് ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് നമുക്കൊരു അനലോഗി റെസിസ്റ്റൻസ് ആണ്. സോ ഒരു എക്സാമ്പിൾ നോക്കുക. അതായത് ഇതാണ് നമ്മുടെ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ. അത് ഒരു ക്രോസ് സെക്ഷൻ ആണ്. സോ ഇവിടെ ഒരു വയർ വൗണ്ട് ചെയ്തിട്ടുണ്ട് വിത്ത് n നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ. സോ ദിസ് കണ്ടക്ടർ carries കറണ്ട് I ആംപിയർ. അതായത് ഇവിടെ ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ എടുത്തിരിക്കുകയാണ്, സർക്കുലാർ ഏരിയ. ഓക്കെ. സോ സർക്കുലാർ ഫോമിലുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. then it is wound with n number of turns. Okay. So n number of turns wound ചെയ്തിട്ടുണ്ട്. and current flowing through this winding or current flowing through this coil is I ampere. then L എന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കുലാർ സെക്ഷൻ ആണെങ്കിൽ ലെങ്ത് L മീൻസ് സർക്കംഫറൻസ് ഓഫ് ദി റിംഗ്. ഓക്കെ. സർക്കുലാർ റീജിയൻ ആകുമ്പം ലെങ്ത് L എന്ന് പറയുന്നത് മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് ആണ്. സോ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്ന എവിടെയാണ്, ഈ സർക്കംഫറൻസിലൂടെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ്. സോ ലെങ്ത് എന്ന് പറയുമ്പം ഈ കംപ്ലീറ്റ് ഏരിയ ഇതാണ്, ഇതാണ് ഫ്ലക്സിന്റെ പാത്ത് എന്ന് പറയുന്നത്. സോ ലെങ്ത് മീൻസ് ദിസ് സർക്കംഫറൻസ്. ഓക്കെ. സോ സർക്കംഫറൻസിനെയാണ് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത്. then that circumference equal to L ആയിട്ട് എടുത്തു. and cross sectional area A. ഓക്കെ. അതായത് ഇതൊരു മെറ്റീരിയൽ, കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ 2D ആയിട്ട് വരച്ചെങ്കിലും ഈ 3D ഫോമിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതായത് ഇതിപ്പോൾ ഒരു വയർ അല്ലെങ്കിൽ കണ്ടക്ടർ ആണ്. ഓക്കെ. സോ റൗണ്ട് സർക്കുലാർ ഷേപ്പിലുള്ള കണ്ടക്ടർ ആണ്. സോ ഇതിന് നമ്മൾ ഇവിടുന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കിട്ടും. ഓക്കെ. സോ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കിട്ടും. സോ അതാണ് ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഇതൊരു 3D ഫോമിൽ നിങ്ങൾ ഈ ഒരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യാം. സോ അതിൻ്റെ ഒരു ലെങ്ത് ഇവിടുന്ന് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കിട്ടും. ഓക്കെ. സോ അതിൻ്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ. അല്ലാതെ ഈ സർക്കിളിൻ്റെ കംപ്ലീറ്റ് ഏരിയ അല്ല എടുക്കുന്നത്. ഇതൊരു കണ്ടക്ടർ, അതായത് നിങ്ങളൊരു പൈപ്പ് ആണെങ്കിൽ ഇത്ര ഭാഗം മാത്രം, ഞാൻ ഇപ്പം പകുതി, അതായത് മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക. ഓക്കെ. ഇതിൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് വരുന്നത്. ഓക്കെ. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും എല്ലാ സ്ഥലത്തും എടുത്ത് നോക്കിയാലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്
സെയിം ആയിരിക്കും. സോ അതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എവിടെയെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക, അതിനാണ് ഏരിയ ആണ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ചില കേസിൽ സ്മോൾ ലെറ്റർ എ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ, സോ ഏതായാലും ഏരിയ എ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ടേം സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെ ഇതാക്കി എഴുതേണ്ട, എല്ലാ സ്ഥലത്തും സ്മോൾ എഴുതിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ക്യാപിറ്റൽ യൂസ് ചെയ്ത് പോകാൻ, നേരത്തെ ഇക്വേഷൻ എല്ലാം സ്മോൾ ലെറ്ററിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിക്കൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ഒരേ ഒരു ലെറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു സർക്കുലാർ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എടുത്തത്. സോ ലെങ്ത് മീൻസ് സർക്കംഫറൻസ് ഓഫ് ദിസ് റിംഗ്. ഓക്കെ, ആൻഡ് എ മീൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ആൻഡ് n number of coils are wound at this point and current flowing through this winding is I. ഓക്കെ, സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. സോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലക്സ് 5 വെബർ ആണെന്ന് കൺസിഡർ ചെയ്യാം. അറ്റ് ദാറ്റ് ടൈം യു ക്യാൻ റൈറ്റ് റിലക്റ്റൻസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ എ, ഓർ മ്യൂവിന് പകരം എന്താ എഴുതാം, മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയ ഇക്വേഷൻ. എസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. സോ ഒരു സർക്കുലർ റിംഗ് വരുമ്പം ഈ ഒരു റിംഗ് വരുന്ന കേസിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക, എൽ ഡിവൈഡ് ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. ഓക്കെ, then റിലക്റ്റൻസിന് വേറൊരു ഫോമിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, സോ റിലക്റ്റൻസ് മീൻസ് എന്താണ്, ഇറ്റ്സ് എ ഓപ്പോസിഷൻ. ഓക്കെ, സോ ദിസ് റിലക്റ്റൻസ് ഈസ് അനലോഗസ് ടു resistance in the electric circuit. So resistance in terms of voltage and current നമുക്ക് ഇങ്ങനെ എഴുതാം, resistance equal to voltage divided by current എന്ന് എഴുതാം. Okay, so similar to that in magnetic circuit we can write reluctance equal to electric circuit ലെ voltage or EMF ന് പകരം എന്ത് എഴുതാം, MMF, and analogous to current എന്ത് വരും, flux. Okay, അതായത് എം എം എഫ് കാരണം അവിടെ ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള ഓപ്പോസിഷൻ ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വി ആർ റൈറ്റിംഗ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു വി ബൈ ഐ. സോ അതിന് സിമിലർ ആയിട്ട് തന്നെ റിലക്റ്റൻസിന് വി ക്യാൻ റൈറ്റ് റിലക്റ്റൻസ് ഈക്വൽ ടു എം എം എഫ് ഡിവൈഡഡ് ബൈ ഫ്ലക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് ഇവിടെ ഐ അല്ലോട്ടോ, എൻ ഐ ബൈ 5 ഈ ഇക്വേഷനുകൾ എഴുതണ്ട. ഓക്കെ, സോ റിലക്റ്റൻസ് എസ് ഈക്വൽ ടു എം എം എഫ് ഡിവൈഡ് ബൈ ഫ്ലക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇക്വേഷൻ ഓഫ് റിലക്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, that is S equal to L divided by mu 0 mu r into A, and in terms of MMF and flux, reluctance equal to MMF divided by flux. Okay, reluctance equal to MMF divided by flux, and MMF equation എന്തായിരുന്നു, MMF equal to N I ആണ്, and flux തന്നെ എഴുതാം. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. റിലക്റ്റൻസ് എസ് ഈക്വൽ ടു എം എം എഫ് ബൈ ഫ്ലക്സ്, അതുപോലെ റിലക്റ്റൻസ് എസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും, എം എം എഫിൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് ആണ്, ആൻഡ് യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഈസ് വെബർ. ഓക്കെ, സോ യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ് ആംബിയർ ടേൺസ് പെർ വെബർ. ഓക്കെ, ക്ലിയർ. സോ റിലക്റ്റൻസ് ഈസ് ദി ഓപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സിന് ഓഫർ ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷനെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഓപ്പോസിഷൻ ആണ് അതിന് ഓഫർ ചെയ്യുന്നത്. സോ അതിന് ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. Then in terms of length and area of cross section you can write S equal to L by mu 0 mu r a, and in terms of flux MMF and flux, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ആണ് ചെയ്യുക. അപ്പോൾ ഇനി ഓരോ ഇക്വേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ച് നോക്കാനാകരുത്. നാളെ ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും. ക്ലാസ്സിൽ നിങ്ങളെ നോട്ടിൽ ഇത് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം, ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ. നാളെ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഈ ഓരോ ടേം എന്താണെന്നും ഇക്വേഷൻസ് ഒന്നും പറഞ്ഞു തരില്ല. നാളെ ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടേംസ് ഇക്വേഷൻസ് നിങ്ങളെ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ റിലക്റ്റൻസ് എസ് ഈക്വൽ ടു എം എം എഫ് ഡിവൈഡ് ബൈ ഫ്ലക്സ് ആൻഡ് യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ വെബർ. ദെൻ അനലോഗസ് ഇലക്ട്രിക്കൽ അനലോഗസ് ക്വാണ്ടിറ്റീസ് റെസിസ്റ്റൻസ്. ഓക്കെ, so these are the
basic terms related to magnetic circuit. And next one, comparison between electric and magnetic circuit. Okay, so നമ്മൾ ഓരോ ടേംസ് പറയുമ്പോൾ തന്നെ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട് അനലോഗീസ് പറഞ്ഞിട്ടുണ്ട്. സോ അതൊരു ടേബിൾ ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. സോ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ദെൻ റെസിസ്റ്റർ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു, കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ സിമിലർ ടു മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്ത് വരും, മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ദെൻ വയർ വൗണ്ട് ചെയ്തിട്ടുണ്ട് വിത്ത് n നമ്പർ ഓഫ് ടേൺസ്, ദെൻ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് കോയിൽ, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു ഏരിയയിൽ. സോ ഇവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും, കറണ്ടിന് ഓഫർ ചെയ്യുന്ന ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇത് ടേബിൾ ആയിട്ട് തന്നെ വരച്ചെടുക്കും. സോ കമ്പയർ അല്ലെങ്കിൽ കമ്പയർ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് സിമിലർ ക്വാണ്ടിറ്റീസ്, അതുപോലെ ഡിസിമിലർ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. സോ ഇവിടെ എന്താണ് ക്ലോസ്ഡ്, ഫസ്റ്റ് പോയിന്റ് നോക്കുക. ദ ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറന്റ് ഈസ് കോൾഡ്, ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ട്, ഇലക്ട്രിക് കറന്റ് അല്ല, ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ദ ക്ലോസ്ഡ് പാത്ത് ഫോർ, ഇവിടെ സർക്യൂട്ട് എന്നാക്കണേ, ദ ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് കറന്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, സോ ഇവിടെ ഇതിൽ ഈ ക്ലോസ്ഡ് പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്നതാണ്, കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ക്ലോസ്ഡ് പാത്ത്, സോ അതിനാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് അല്ല, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് എഴുതിയെടുക്കുക, ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, the closed path for electric current is called electric circuit, and the closed path for magnetic flux is called magnetic circuit. Okay, so കറണ്ടിന് സിമിലർ ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിലെ ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സോ ക്ലോസ്ഡ് പാത്ത് ഫോർ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കോൾഡ് electric current is called electric circuit, and closed path for magnetic flux is called magnetic circuit. Okay, സോ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്, സോ അതാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സിനുള്ള ഒരു ക്ലോസ്ഡ് പാത്തിനാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, when a voltage is applied between this point, current flows through this circuit. Okay, so the cause of current flow, അതായത് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള റീസൺ എന്താണ്, EMF. Okay, so EMF കാരണമാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. So that is the second point. The cause of current flow is EMF. Okay, the cause of current flow is EMF. ഇനി ഇവിടെ എന്താണ്, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള റീസൺ EMF ആണെങ്കിൽ ഇവിടെ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡ്യൂ ടു MMF. ഓക്കെ, സോ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് കാരണമാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് പോയിന്റ്. The cause of current flow is EMF, and in magnetic circuit the cause of generation of flux is MMF. Okay, so ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, അതിനുള്ള കോസ് എന്ന് പറയുന്നത് EMF ആണ്. ബട്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് the cause of generation of flux is MMF. Okay, and the third point, opposition to flow of current is offered by resistance. Okay, സോ കറണ്ട് ഫ്ലോക്കുള്ള ഓപ്പോസിഷൻ ആണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഓഫേർഡ് ബൈ റെസിസ്റ്റൻസ് ആർ. ഓപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഓഫേർഡ് ബൈ റെസിസ്റ്റൻസ് ആർ. സോ ഇവിടെ എന്ത് വരും, റെസിസ്റ്റൻസിന് അനലോഗസ് ആയിട്ട് റിലക്റ്റൻസ് വരും. ഓക്കെ, സോ റിലക്റ്റൻസ് എന്താണ്, ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഫ്ലക്സ്. ഓക്കെ, സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അത് രണ്ട് ടേബിൾ ആയിട്ട് ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഫ്ലക്സ് ഈസ് ഓഫേർഡ് ബൈ റിലക്റ്റൻസ് എസ്. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റെസിസ്റ്റൻസ് ഈക്വൽ ടു L by റോ L by A. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുന്നതാണ്, റെസിസ്റ്റൻസ് ഈക്വൽ ടു
റോ എൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് റോനെ താഴേക്ക് ഇടുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ 1/റോ എന്ന് എഴുതാം. ഓക്കെ, എൽ ഡിവൈഡഡ് ബൈ 1/റോ ഇൻറ്റു എ എന്ന് എഴുതാം. ആൻഡ് 1/റോ എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റി. ഓക്കെ, 1/റെസിസ്റ്റിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ടേം സിഗ്മ ആണ്. സോ അതാണ് ഇവിടെ റെസിസ്റ്റൻസ് R ഈക്വൽ ടു എൽ ബൈ സിഗ്മ എ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, so resistance R equal to L by sigma A, where sigma is the conductivity. So similar to in magnetic circuit, S equal to L by mu A, where mu permeability. Okay, so opposition to flow of current is offered by resistance, and resistance R equal to L by sigma A, where sigma conductivity, and opposition to flow of flux is offered by reluctance S, and reluctance S equal to L by mu A, where mu is the permeability of the medium. Okay, then next term is current. So current I equal to EMF by R expressed in ampere. Okay, so I equal to voltage divided by resistance എന്ന് എഴുതാം. അതുപോലെയാണ് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്. ഓക്കെ, ഫ്ലക്സ് ഫൈ ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്, ആൻഡ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? വെബർ. ഓക്കെ, so current I equal to EMF by R expressed in ampere, and flux phi equal to MMF by reluctance, and it is expressed in Webers. Next point, the units പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഓരോന്നിലുള്ളത്. സോ ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF ആണ്, അതിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്നത് MMF ആണ്. ഓക്കെ, so electric circuit EMF is expressed in volts. Okay, so EMF express ചെയ്യുന്ന വോൾട്സിലാണ്, ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ആണ്, ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആംപിയർ ടേൺസ്. ഓക്കെ, ആൻഡ് കറന്റ് ഡെൻസിറ്റി in electric circuit, current density is equal to J equal to I by A, and here in magnetic circuit, flux density equal to B equal to phi by A. ഓക്കെ, then അതിൻ്റെ യൂണിറ്റ് ഇവിടെ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് I by A എന്ന് പറയുന്നത് I എന്താണ്? കറണ്ട് ആംപിയറിലാണ്, ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലാണ്. സോ എക്സ്പ്രസ് ചെയ്യുന്നത് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. then flux density B phi by A ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയറിലാണ്. then Kirchhoff laws KCL and KVL ഇലക്ട്രിക് സർക്യൂട്ടിലും അപ്ലിക്കബിൾ ആണ്, അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുമ്പോൾ KCL KVL എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അനലോഗസ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ KCLന് സിമിലർ ആയിട്ട് നമുക്ക് അവിടെ ഇപ്പം റെസിസ്റ്റൻസ് കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ, അതായത് കറണ്ട് KCL എന്താണ്? ആൾജിബ്രിക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ അവിടെ നമ്മൾ കറണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ KCLൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഫ്ലക്സ് ആയിരിക്കും. അതായത് ഫ്ലക്സ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സർക്യൂട്ടിലേക്ക് പോകുന്ന ഇവിടെ ഒരു മാഗ്നറ്റിക് പാത്ത് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ സെൻട്രലായിട്ടാണ് ടേൺസ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് ഈ ഒരു പാത്തിലേക്ക് ഫ്ലോ ചെയ്യും, ആൻഡ് എ പാർട്ട് ഓഫ് ഫ്ലക്സ്
pass through this point. Okay, so here if phi is the flux produced and if I1 is the flux flowing to this path, and here if phi2 is the flux passing, we can write this phi equal to phi1 plus phi2. ഓക്കെ, അതായത് കെ സി എല്ലിൽ നമ്മളിപ്പം ഒരു ജംഗ്ഷനിൽ ഇവിടത്തേക്ക് ഒരു കറണ്ട് എൻ്റർ ചെയ്യുന്നു, ഈ കറണ്ട് ഈ രണ്ട് ബ്രാഞ്ചിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ ഐ ഈക്വൽ ടു എൻറ്ററിങ് കറണ്ട് ഈക്വൽ ടു ലീവിങ് കറണ്ട്, ഐ ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എഴുതാം. ഓക്കെ, സോ അതിന് സിമിലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ ഒരു ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ ടോട്ടൽ ഫ്ലക്സിന്റെ പാർട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റിലേക്കും പോകുക. സോ ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു യു ക്യാൻ റൈറ്റ് ഫൈ ഈക്വൽ ടു phi1 പ്ലസ് phi2 എന്ന് എഴുതാം. ഓക്കെ, സോ അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലാതെ കെ സി എൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ കെ സി എൽ കെ വി എൽ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അതേ ഒരു ടേം ആയിരിക്കില്ല, കറണ്ട് തന്നെ ആയിരിക്കില്ല. ഇവിടെ ഫ്ലക്സ് കറണ്ടിന് പകരം ഫ്ലക്സിന്റെ സമ്മേഷൻ ആയിട്ടാണ് വരിക. ഓക്കെ, so അതാണ് ലാസ്റ്റ് പോയിന്റ്. കെ സി എൽ ആൻഡ് കെ വി എൽ ആർ അപ്ലിക്കബിൾ. സിമിലർലി കെ സി എൽ ആൻഡ് കെ വി എൽ ആർ അപ്ലിക്കബിൾ ഫോർ മാഗ്നറ്റിക് സർക്യൂട്ട് ഓൾസോ. ഓക്കെ, സോ ഇത്രയാണ് സിമിലാരിറ്റീസ് വരുന്നത്. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ്. അതായത് ക്ലോസ്ഡ് പാത്തിന് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ക്ലോസ്ഡ് പാത്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട് മീൻസ് ക്ലോസ്ഡ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. Then cause of current flow is EMF. Here cause of generation of flux is MMF. And opposition resistance. Here opposition is reluctance. And current density, resistance R equal to L by sigma A, and reluctance S equal to L by mu A, and current I equal to EMF by R, and similarly flux equal to MMF by reluctance. And electric circuit നെക്സ്റ്റ് ടേം ഇ എം എഫ് എക്സ്പ്രസ് ചെയ്യുന്ന വോൾട്സിലാണ്. സിമിലർ ടേം മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്നത് എം എം എഫ് ആണ്. എം എം എഫ് എക്സ്പ്രസ്ഡ് ഇൻ ആംബിയർ ടേൺസ്. ആൻഡ് കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു ഐ ബൈ എ, ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈക്വൽ ടു ഫൈവ് ബൈ എ. സോ കറണ്ട് ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ആംബിയർ പെർ മീറ്റർ സ്ക്വയറിലാണ്, ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വെബർ പെർ മീറ്റർ സ്ക്വയർ. And for both electric circuit and magnetic circuit, KCL and KVL are applicable. Okay, so these are the similarities between electric circuit and magnetic circuit. So next, dissimilarities. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് between electric circuit and magnetic circuit. Okay, so dissimilarities means the electric current actually flows in an electric circuit. Okay, സോ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി എന്താണ്, ഇലക്ട്രോൺസ് ആർ മൂവിങ് അല്ലേ. സോ കറണ്ട് ഫ്ലോ മീൻസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ആക്ച്വലി അവിടെ ആ സബ്സ്റ്റൻസിൻ്റെ അകത്ത് എന്തുണ്ട്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. സോ അതാ ഫസ്റ്റ് പോയിന്റ് മീൻ ചെയ്യുന്നത്, ദ ഇലക്ട്രിക് കറണ്ട് ആക്ച്വലി ഫ്ലോസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ശരിക്കും അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതായത് ആ മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. Okay, but in magnetic circuit, magnetic flux does not actually flow. So ഇവിടെ ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് മൂവ് ചെയ്യുന്നില്ല. അവിടെ കറണ്ട് കാരണം അവിടെ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊരു എഫക്റ്റ് ആണ്, അതായത് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ ഒരു ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോലെ ആക്ച്വലി അതവിടെ ഫ്ലോ ചെയ്യല്ല, അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ദ ഇലക്ട്രിക് കറണ്ട് ആക്ച്വലി ഫ്ലോസ്, അത് ആക്ച്വലി ഫിസിക്കലി അതവിടെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സോ അതാണ് ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ട് ആക്ച്വലി ഫ്ലോസ്. ബട്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് does not actually flow, it builds up in the circuit. ആ സർക്യൂട്ടിൽ അവിടെ ഒരു എഫക്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്, നോർത്ത് പോള് സൗത്ത് പോൾ എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ ഇവിടെ അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നില്ല. അവിടെ ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ അവിടെ ഇങ്ങനെ ഇലക്ട്രോൺസ് പോലെ മൂവ് ചെയ്യുന്നില്ല, സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ അതാണ് രണ്ടും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ്. ഓക്കെ, കറണ്ടിന് സിമിലർ ആയിട്ടുള്ള ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്, ബട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡസ് നോട്ട് ആക്ച്വലി ഫ്ലോ ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്, ഇറ്റ് ബിൽഡ്സ് അപ്പ് ഇൻ ദി സർക്യൂട്ട്. ഓക്കെ, ഇനി ഇലക്ട്രിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്.
ഓക്കെ, അതായത് റെസിസ്റ്റൻസിലൂടെ ഹീറ്റ് റിലീസ് ചെയ്യാണ്, എനർജി ഹീറ്റായിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഇപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ആർ ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് this resistance and if I is the current flowing through this resistor for a time duration of t, then heat generated equal to, or energy or heat is equal to I squared into R into T. Okay, so energy or heat is equal to I squared into R into T. So ഈ എനർജി എന്താണ്? എനർജി ഇവിടെ റെസിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നില്ല, ആ റെസിസ്റ്ററിലൂടെ ഹീറ്റ് ആയിട്ട് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ നടക്കുന്നത്. ദിസ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, റെസിസ്റ്ററിലാണെങ്കിൽ ഹീറ്റ് ആയിട്ട് എനർജി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് എനർജി ഈസ് സ്റ്റോർഡ്. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ടിൽ എനർജി സ്റ്റോർ ചെയ്യും, ബട്ട് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എനർജി ഈസ് നോട്ട് സ്റ്റോർഡ്, ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. Okay, so this is the one difference between electric circuit and magnetic circuit. That is, in electric circuit energy is released in the form of heat, but in magnetic circuit energy is stored in the magnetic field. Okay, so next point, in electric circuit at a given temperature resistance is constant. Okay, അതായത് ഇപ്പോൾ ഒരു മെറ്റീരിയലിനെ കറണ്ട് ഫ്ലോ ചെയ്യാണ്. സോ റെസിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? ഇഫ് വി ഇസ് ദി അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ഐ ഇസ് ദി കറണ്ട് ഫ്ലോയിങ്, റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാം. ഓക്കെ, സോ അതല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആർ ഈക്വൽ ടു എന്ന് എഴുതാം, റോ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എന്ന് എഴുതാം. ഓക്കെ, so for a particular material, rho depends on the material. For a particular material, for given length and area of cross section, if the temperature is constant, resistance is almost constant. Okay, temperature coefficients ഒക്കെ ഉണ്ട്, ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ ചെറുതായിട്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് വേരി ചെയ്യെങ്കിലും നമ്മളിപ്പോൾ എടുത്ത് കൺസിഡർ ചെയ്തിരിക്കുന്ന ഐഡിയൽ കേസ് ആകുമ്പോൾ given temperature resistance is constant, അതായത് അത്ര വേരി ചെയ്യില്ല. സോ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം, ബട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താവും, റിലക്റ്റൻസും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറയുന്നത്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ്, ബട്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ് വിൽ വേരി വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, next point, there are a number of good electric insulators so that current can be confined to flow in an accurately defined path. Okay, സോ അതായത് നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ, വെറും ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു വയർ, കോപ്പർ വയർ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് അതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ, അതായത് നമ്മളിപ്പോൾ വീട്ടിൽ വയറിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഇൻസുലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇൻസുലേറ്റേഴ്സ്, ഇപ്പോൾ റെഡ്, ബ്ലൂ, ആ രീതിയിൽ കണ്ടക്ടിങ് മെറ്റീരിയലിന് പുറത്ത് ഇൻസുലേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ കണ്ടക്ടറിൻ്റെ അകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് ഈ ഇൻസുലേറ്ററിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുമോ? ഇല്ലല്ലോ. അതായത് ഇൻസുലേറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, സോ അതാണ് അപ്പോൾ കറണ്ട് ആ കണ്ടക്ടറിലൂടെ തന്നെ ഫ്ലോ ചെയ്യും, അതായത് ഇൻസുലേറ്ററിൽ പുറത്തേക്ക് വരില്ല. സോ അതാണ് ഈ നെക്സ്റ്റ് പോയിന്റ്. ദർ ആർ എ നമ്പർ ഓഫ് ഗുഡ് ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ് സോ ദാറ്റ് കറണ്ട് ക്യാൻ ബി കൺഫൈൻഡ് ടു ഫ്ലോ ഇൻ എൻ ആക്യുറേറ്റ്ലി ഡിഫൈൻഡ് പാത്ത്. അതായത് ഏതിലൂടെയാണോ നമ്മളൊരു പാത്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യും. അതല്ലാതെ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്, കോപ്പർ കണ്ടക്ടർ ഉണ്ട്, അതിന്റെ പുറത്ത് നമ്മൾ ഇൻസുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഇൻസുലേറ്ററിന്റെ പുറത്തോട്ട് അവിടെ ഇവിടെ ഒന്നും പോയില്ല. എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കേസിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് കൊടുക്കാം, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. സോ പ്രോപ്പർ ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് പാത്തിലൂടെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ബട്ട് ഇൻ ദി കേസ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് there is no magnetic insulators to confine all the magnetic flux in a definite path. Okay,
അതായത് ഈ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് പോലെ അത്രയും ഇതായിട്ടുള്ള മാഗ്നറ്റിക് ഇൻസുലേറ്റേഴ്സ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു അയൺ കോറിന് വൈൻഡിങ് കൊടുത്ത് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അടച്ചു വെച്ച്, അതായത് അതിനൊരു ഇൻസുലേറ്റർ ഇല്ല കാര്യമായിട്ട് ഈ ഇലക്ട്രിക് സർക്യൂട്ട് പോലെ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എയറിലൂടെയൊക്കെ വരാം. സോ അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. There are a number of good electric insulators so that current can be confined to flow in an accurately defined path. So there is no magnetic insulator to confine all the magnetic flux in a definite path. Okay, so these are the dissimilarities between electric circuit and magnetic circuit. ഒന്നുകൂടി നോക്കാം. ഇത് കമ്പാരിസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസിമിലാരിറ്റീസ് വരുന്നത് the electric current actually flows in an electric circuit and in magnetic circuit magnetic flux does not actually flow and it builds up in the circuit. Okay, then second difference, energy is released in the form of heat, but here energy is stored in magnetic field. And in electric circuit at a given temperature resistance is constant, but in magnetic circuit magnetic reluctance is not constant. And there are a number of good electric insulators so that current can be confined to flow in an accurately defined path. But in magnetic circuit, there is no magnetic insulator to confine all the magnetic flux in a definite path. Okay, so these are the similarities and dissimilarities between electric circuit and magnetic circuit. Okay, ഇത് അതേ ടേംസ് എഴുതിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഓരോ ടേമും ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. ഇതൊരു ടേബിൾ ആക്കി കൊടുത്തേ ഉള്ളൂ സിമിലാരിറ്റീസ്. ഓക്കെ, അതായത് ഇലക്ട്രിക് സർക്യൂട്ടിൽ ക്വാണ്ടിറ്റി, ദെൻ ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട് ഓൾസോ. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഏതാണ്? ഇലക്ട്രിക് സർക്യൂട്ടിൽ ക്വാണ്ടിറ്റി ഇ എം എഫ്. ഇ എം എഫ് മീൻസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ഇറ്റ്സ് യൂണിറ്റ് വോൾട്ട്. ആൻഡ് സിമിലർ ക്വാണ്ടിറ്റി ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് എം എം എഫ്, ദാറ്റ് ഈസ് എം എം എഫ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. അതായത് നമ്മുടെ ഇക്വേഷൻ റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതിയിരുന്നു. റിലക്റ്റൻസ് ഈക്വൽ ടു എന്തെഴുതി? എം എം എഫ് ഡിവൈഡഡ് ബൈ ഫ്ലക്സ് എഴുതിയിരുന്നു. ഓക്കെ, സോ അതിൽ നിന്നാണ് എം എം എഫ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് എന്ന് എഴുതാം. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ആംപിയർ ടേൺസ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി കറണ്ട്, its unit ampere. Then similar to current in magnetic circuit it's flux and its unit Weber. Okay, then current density ampere per meter square, similar to that flux density Weber per meter square or Tesla. Then electric circuit resistance and its unit ohm. ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അതാണ് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അതെല്ലാം കൂടെ ഒരു ടേബിൾ ആക്കിയേ ഉള്ളൂ. Then in magnetic circuit, similar quantity reluctance and its unit ampere turns per Weber. Then in electric circuit, electric field strength, then unit volts per meter. Then magnetic field strength, unit ampere turns per meter. Then കണ്ടക്ടിവിറ്റിക്ക് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ടേമാണ് പെർമിയബിലിറ്റി. ഓക്കെ, ദെൻ ഡിഫറൻസ് വരുന്നത്, ഡിഫറൻസ് ഓൾറെഡി ഞാൻ ടേബിൾ പറഞ്ഞതാണ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ആക്ച്വലി ഫ്ലോ ചെയ്യും, പക്ഷേ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ അതൊരു പോയിന്റ് ആയിട്ട് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇനി സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. അത് നമുക്ക് നാളെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണല്ലോ, സോ നാളെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഈ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിനാണ് നമുക്ക് പ്രോബ്ലംസും ചോദിക്കുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് അത് നാളെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിനിപ്പം സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ പ്രോബ്ലം ചെയ്യണമെങ്കിലും നിങ്ങൾ ഇത്രയും പഠിച്ച ഡെഫിനിഷൻസിൽ എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എല്ലാം ആ ടേംസ് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഏതൊക്കെ ടേംസ് പഠിച്ചതെന്ന് നോക്കുക, ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ആണ്, ഇറ്റ്സ് യൂണിറ്റ് വെബർ. ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ബി phi by A, flux density and by unit Weber per meter square. Then mmf equation N into I ആണ്, then unit ampere turns.
Then magnetic field strength H equal to നമുക്ക് വേണമെങ്കിൽ എല്ലാ ഇക്വേഷൻസും കൂടെ ഒരു ബോക്സിൽ എഴുതി വെക്കാം. ഓക്കെ, എല്ലാ ഇക്വേഷൻസും കൂടെ, അതായത് ഏതൊക്കെ ഇക്വേഷൻസ് ആയിരുന്നു വന്നിരുന്നത് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഡെഫിനിഷൻ പഠിച്ച മുതൽ. ഫ്ലക്സ് ടേം ഇല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകില്ല. ഓക്കെ, സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B ഈക്വൽ ടു 5/A ദിസ് ഇക്വേഷൻ. then അത് കഴിഞ്ഞാൽ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് MMF equal to N into I, that is number of turns into current. Then next, magnetic field strength or magnetic field intensity H equal to Ni/L. Then permeability and a related equation either mu equal to B/H or B equal to mu H. ഈ equation ഓർത്തിരുന്നാൽ മതി. B equal to mu into H. Then mu R equal to mu by mu 0 or mu equal to mu 0 into mu R. Okay. Then reluctance, രണ്ട് equations in terms of length and area of cross section S proportional to L/A and S equal to MMF divided by flux. ഇത്രയും ടേംസിന്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.